പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി.ജെ.പിയെയും പുകഴ്ത്തിയതിന് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും വലിയ വിമർശനം ശശി തരൂർ ഏറ്റുവാങ്ങിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടേയുള്ളൂ. കോൺഗ്രസ് ദേശീയ നേതൃത്വം കേരളത്തിലെ കോൺഗ്രസും കണ്ണുരുട്ടിയതോടെ ശശി തരൂർ മയപ്പെട്ടുവെന്ന് കരുതിയവർക്ക് തെറ്റിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെയും മോദിയെയും പുകഴ്ത്തി വീണ്ടും ശശി തരൂർ രംഗത്ത് വരുമ്പോൾ കോൺഗ്രസിനുള്ളിൽ ഒരു ബോംബ് വീണ പ്രതീതിയാണ് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കോവിഡ് വാക്സിൻ നയത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് തരൂർ ഇത്തവണ രംഗത്തേക്ക് വന്നത്. ഈ ലേഖനത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തി തന്നെ. ശശി തരൂർ എടുക്കുന്ന നിലപാടുകൾ കേന്ദ്ര സർക്കാരിന് എതിരായ പോരാട്ടത്തിന് മുന ഒടിക്കുന്നതാണെന്നും ഹൈക്കമാൻഡ് വിലയിരുത്തുന്നുണ്ട്. വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല എന്നും അതിനാൽ പരസ്യ പ്രതികരണങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്ന നിർദ്ദേശവും ഹൈക്കമാൻഡ് നൽകിയിരിക്കുകയാണ്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തരൂരിനെതിരെ നടപടി ഉണ്ടായേക്കില്ല എന്നാണ് സൂചന. ഇക്കഴിഞ്ഞ ദിവസം ദി വീക്കിൽ എഴുതിയ ലേഖനത്തിലായിരുന്നു കേന്ദ്രത്തെ പുകഴ്ത്തുന്ന ശശി തരൂരിന്റെ പരാമർശം പ്രസിദ്ധീകരിച്ചത്. കോവിഡ് കാലത്തെ വാക്സിൻ കയറ്റുമതിയിലൂടെ ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ ഉയർന്നു എന്നാണ് തരൂർ അഭിപ്രായപ്പെട്ടത്. കോവിഡ് കാല ഭീകരതകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യയുടെ അന്നത്തെ വാക്സിൻ നയതന്ത്രമെന്നും ഉത്തരവാദിത്തത്തിലും ഐക്യദാർഢ്യത്തിലും വേരൂന്നിയ അന്താരാഷ്ട്ര നേതൃത്വത്തിന്റെ ശക്തമായ ഉദാഹരണമായിരുന്നു അതെന്നും ലേഖനത്തിൽ തരൂർ ചൂണ്ടിക്കാട്ടിയിരുന്നു. കോവിഡ് കാലത്ത് 100-ലധികം രാജ്യങ്ങൾക്ക് വാക്സിനുകൾ നൽകുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പാക്കിയ സംരംഭമാണ് വാക്സിൻ മൈത്രി. ഇതിനെയായിരുന്നു ലേഖനത്തിലൂടെ തരൂർ പുകഴ്ത്തിയിരിക്കുന്നത്. യുക്രൈനും റഷ്യയ്ക്കും ഒരുപോലെ സ്വീകാര്യനായ വ്യക്തിയാണ് മോദിയെന്നും ലോകസമാധാനം സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നും തരൂർ നേരത്തെ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. ഇതിനിടെ AICC ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്നും തരൂരിനെ ഒഴിവാക്കിയതായി റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ 14 വർഷമായി തരൂർ ഈ സമിതിയിൽ അംഗമായിരുന്നുവെന്നും മോദിയെ പുകഴ്ത്തുന്ന ഒരു നേതാവിന് ഈ സമിതിയിൽ നിൽക്കാൻ സാധിക്കില്ല എന്നും കോൺഗ്രസ് പറയുകയാണ്. ഏപ്രിൽ 8, 9 തീയതികളിൽ അഹമ്മദാബാദിൽ AICC സമ്മേളനം നടക്കാനിരിക്കവെയാണ് നടപടി. എന്തായാലും ശശി തരൂർ വീണ്ടും കോൺഗ്രസിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ എന്തായിരിക്കാം അത്തരം നീക്കങ്ങളുടെ ലക്ഷ്യമെന്ന് ആലോചിക്കുന്നവർ ഏറെയുണ്ട്. അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തില്ല എന്ന് ആരെക്കാളും മുൻപ് മനസ്സിലാക്കിയ വ്യക്തിയാണ് തരൂർ. കേരളത്തിലാണെങ്കിൽ ഇവിടെയുള്ള നേതാക്കന്മാർ അടുപ്പിക്കുന്നുമില്ല. സത്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്റെ പ്രസക്തി എന്താണെന്ന് തേടുകയാണ് ശശി തരൂർ ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെതിരെ തുറന്ന് എതിർക്കാനുള്ള ആർജവം ശശി തരൂർ കാണിക്കുന്നതും. വിശ്വപൗരൻ എന്ന വിശേഷണത്തോടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് അവതരിപ്പിച്ച നേതാവാണ് ശശി തരൂർ. മുൻ UN അണ്ടർ സെക്രട്ടറി ആയിരുന്ന തരൂരിന് തിരഞ്ഞെടുപ്പിൽ ഈ വിശേഷണങ്ങളൊക്കെ തന്നെ തുണയാവുകയും ചെയ്തു. 4 പ്രാവശ്യമാണ് തിരുവനന്തപുരത്ത് നിന്നും ശശി തരൂർ തിരഞ്ഞെടുക്കപ്പെട്ടത്. മൻമോഹൻ സർക്കാരിന്റെ കാലത്ത് കേന്ദ്രമന്ത്രി ആകുവാൻ വരെ ശശി തരൂരിനെ കൊണ്ട് സാധിച്ചു. ഇതിനിടയിൽ പല BJP നേതാക്കളുമായുള്ള സെൽഫി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട ശശി തരൂർ കോൺഗ്രസ് ക്യാമ്പിനെ ഞെട്ടിക്കാറുമുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ശശി തരൂരുമായിട്ടുള്ള സെൽഫി പുറത്തുവിട്ട് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. കോൺഗ്രസ് MP ശശി തരൂരിനൊപ്പം വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ചിത്രം BJP MP ബൈജന്ത് ജയ് പാണ്ഡ പങ്കുവച്ചത് വലിയ വിവാദമായി മാറിയിരുന്നു. ഈ ചിത്രത്തോടൊപ്പം ജയ് പാണ്ഡ നൽകിയ ഒരു അടിക്കുറിപ്പായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായി അന്ന് മാറിയത്. അതിങ്ങനെയായിരുന്നു: നമ്മൾ ഒടുവിൽ ഒരേ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതിനാൽ എന്റെ സുഹൃത്തും സഹയാത്രികനും എന്നെ വികൃതി എന്ന് വിളിച്ചു. തരൂരിന്റെ BJP ചായ്വ് വിവാദമാക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു MP ഈ രീതിയിൽ തലക്കെട്ട് നൽകി ഞെട്ടിച്ചതും.